ഉമ്മ നോക്കട്ടെ തന്നെ. കൊഴപ്പില്ല, കൊള്ളാം കേട്ടോ. ചട്ടി കൊണ്ടുവന്ന് പിന്നെ നീ ചോദിച്ചപ്പോ തരിഞ്ഞേ. നോക്കി തന്നെ മേടിച്ചത്. ഓ, വലിയൊരു വിദഗ്ധം വന്നേക്കുന്നു. എന്റെ അമ്മമ്മ അവൻ ചുമ്മാ ഷോ ഇറക്കണ തട്ടിയും മുട്ടിയും കുട്ടിയൊക്കെ നോക്കിട്ട് അമ്മമ്മക്ക് മനസ്സിലായില്ല അത്. പിന്നെ അമ്മൂമ്മ ഈ കുറച്ച് എണ്ണ തേച്ചിട്ടേ നന്നായിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ മണ്ണിന്റെ മണം മാറി കിട്ടും. ஓ അങ്ങനെ ചെയ്യാமே. அம்மா ஒரு புக் எடுத்து இவன் சொன்ன டிப்ஸ் எல்லாம் எழுதி வச்சுக்கோங்க. உங்களுக்கு தெரியாத டிப்ஸ் தானே அவன் சொல்லி கொடுத்தான். കേശ് സാരല്ല, നമുക്ക് അടുത്തേല് പിടിക്കാം. അതെ, ഈ ചട്ടിയൊക്കെ ചുമ്മാ മേടിച്ചോണ്ട് വന്നാൽ മാത്രം പോരാ. ഇതിനകത്ത് കണ്ട ഉണക്ക അവിയലൊന്നും വെക്കല്, അല്ല സൂപ്പർ മീൻകറി വെക്കണം. മീൻകറി വെക്കണമെന്ന്. അങ്ങനെ ചെയ്യാമേ. ചട്ടിക്ക് എത്രേ? ചട്ടിക്കൊക്കെ ഭയങ്കര വിലയാന്നേ. ഞാനേ ഇടയ്ക്ക് പടവലത്തേക്ക് വേണ്ടിട്ടേ 2-3 ചട്ടി മേടിച്ചായിരുന്നു. അപ്പൊ പേശിയാ മേടിച്ചേ. അതുകൊണ്ട് ഞാൻ പേശി തന്നെ മേടിച്ചു. ചട്ടി മാത്രമല്ല, വേണ്ട കലമുണ്ട്. കലമുണ്ട്. ഉണ്ടോ ചേച്ചി ഇതൊന്നും അടിക്കോ? ഞാൻ ചട്ടി ഒന്ന് നോക്കട്ടെ. ഞാൻ നോക്കട്ടെ അല്ലയോ? ഞാൻ നോക്കട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് പോയി മേടിച്ചിട്ട് വന്ന ചട്ടിയാ. എല്ലാവർക്കും സമാധാനമായല്ലോ. സോറി. സോറി പറഞ്ഞാ മതിയല്ലേ നീ. அம்மா அவளை திட்டாதீங்கம்மா, பாவம். நம்ம அப்புறம் போய் வேற சட்டி வாங்கலாம். വേറെ ചട്ടി മേടിക്കാം. അങ്ങോട്ട് എന്ന് കയറാനേ ചുമ്മാ കിട്ടത്തില്ല. പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. കല്ലുവേ, ഇതെന്ത് പണി കാണിച്ചേ? സോറി. രണ്ടിനും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിടിച്ചേ, കേറിപ്പോകത്ത് രണ്ടും. പിടിക്കുന്നതിന് കൂടെ വിടാനാ പറഞ്ഞത്. நீ வாமா உள்ள போனா. നടക്ക്. ഞാൻ എന്തെങ്കിലും പറയുവാണെങ്കിൽ വഴക്കുണ്ടാക്കാൻ പറയുവാന്ന് പറയും. പിള്ളേരായ ഇച്ചിരിയൊക്കെ ശ്രദ്ധിക്കണം. അഹങ്കാരം എത്രയും പാടില്ല. അതെങ്ങനെയാ? വലുതുങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത്. അമ്മുമ്മ അവസാനം ചുറ്റിക്കറങ്ങിയതൊക്കെ ഞങ്ങളുടെ തലയിലായ. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ അതിന്. പിന്നെ ചട്ടിയാകുമ്പോ തട്ടിയും മുട്ടിയും പൊട്ടിന്നൊക്കെ ഇരിക്കും. ഞാൻ വേറെ മേടിച്ച് തരാം. அம்மா, நான் மதுரையில இருக்கும்போது எவ்வளோ சட்டி என்னோட கையில இருந்து உடைஞ்சிருக்கு தெரியுமா? അതെ, അത് കുറച്ചുനാൾ ഉപയോഗിച്ചതിന് ശേഷമല്ലയോ. ഇതെന്ന് പറഞ്ഞാ ആ വാതിലിന്റെ അകത്തോട്ട് കയറിയോ? അതിനു മുമ്പേ പൊട്ടിച്ചളഞ്ഞില്ലയോ? ആ ചട്ടിക്ക് തന്നെ എന്തോ തോന്നി കാണും. அம்மா, நம்ம இறந்து போறது எதனால? ഇതൊന്നാ ഇറന്നു പോന്നതോ? அப்படின்னா சாவு. அது മരിക്കുന്നത് കാറ്റ് പോന്നുണ്ട്. அதில்ல, ஒண்ணு கூட யோசிச்சு சொல்லுங்க. യോജിച്ചു ചൊല്ലിയാലേ ജനിക്കുന്നത് കൊണ്ട് മരിക്കുന്നു, അത്രേ ഉള്ളൂ. அது கரெக்ட். இந்த உலகத்துல என்னெல்லாம் பொருள் இருக்கோ அதுக்கு ஒரு நாசம் இருக்கு. இந்த சட்டிக்கு இவ்வளவுதான் ஆயுசு, அதனால அது சீக்கிரம் கிளம்பி போச்சு. அவ்வளவுதான். സൂപ്പർ ഹിമാലയൻ ഫിലോസഫി തന്നെ കേട്ടോ. എന്റെ കനകാന്റെ ചട്ടിയാകുമ്പോ തറയണ പൊട്ടും അത്ര തന്നെ. സ്ഥാനത്താണ് പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങൾ സ്ഥാനത്ത് പറഞ്ഞാലും അസ്ഥാനത്തായി പോകും. മക്കളെ ഒന്നും പറയണ്ട. ഒരു ചട്ടി പൊട്ടിയ പ്രശ്നമാണ്. ചട്ടിയാവുമ്പോ പൊട്ടുമൊക്കെ ചെയ്യൂലേ? കണ്ടാ പിന്നെ തവി പൊട്ടിയാ ഇല്ല. പിന്നെ മോളെ ഇനി ഇതും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ വാലിരിക്കണം ഞാൻ കേൾക്കേണ്ട വരും. അങ്ങനെ ഇങ്ങനെ ഒന്നും പൊട്ടത്തില്ല. ഞാനേ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റുമാനൂര് പോയപ്പം, അല്ലല്ല ഏറ്റുമാനൂരല്ല, ചെട്ടികുളങ്ങര ഉത്സവത്തിന് പോയപ്പം ഞാൻ 2 ചട്ടി വാങ്ങിച്ചു. അതായിരുന്നു ചട്ടി. എത്ര കാലം ഞാൻ ഉപയോഗിച്ചു. എന്റെ കയ്യിൽ നിന്ന് 2-3 തവണ താഴെ വീഴുകയും ചെയ്തു. എന്നിട്ടും അതിന് യാതൊരു കുഴപ്പവും പറ്റിയില്ല. മണ്ണും കൊണ്ടല്ലേ ഉണ്ടാക്കിയത്, ഇരുപോണ്ടായിരുന്നാ? ഓ ചേച്ചി അവിടെ അമ്മമ്മ ഇപ്പോഴും ചട്ടി പടവലത്തുണ്ടോ? ഇപ്പൊ അതെന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. അപ്പൊ ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് വലിയ ചട്ടിയാണെങ്കിലും ഒരു ദിവസം പൊട്ടും കേട്ടല്ലോ. അമ്മൂമ്മ ഒരു അബദ്ധം പറ്റി. അതിന് കൊറേ നേരമായിട്ട് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കല്ലേ, പിഞ്ചു മനസ്സാ വിഷമിക്കും. அம்மா, இந்த கலம் ரொம்ப பத்திரமா வைக்கணும். നല്ല ഭദ്രമായിട്ട് സൂക്ഷിച്ചാൽ മതി. ഒരു കുഴപ്പം വരത്തില്ല ഈ കലത്തിന്. നല്ല കട്ടിയുള്ള കലം. അതാണ്ടോ ഉണ്ടോ? നല്ല കലവാ. പിന്നെ അങ്ങനെ പ്രത്യേകം പറഞ്ഞു, ഇത് എങ്ങാണ്ട് കിഴക്കുന്നെങ്ങാണ്ട് വന്ന കലവാന്ന്. ഈ കിഴക്കുന്നെങ്ങാണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏത് സ്ഥലം? കറക്റ്റ് സ്ഥലമൊന്നും പറഞ്ഞില്ല. കിഴക്കുന്ന് വന്നതാ, സൂക്ഷിച്ചാൽ മതി, ഇത് പൊട്ടത്തില്ലെന്ന് പറഞ്ഞു. അമ്മമ്മക്ക് ഉറപ്പാണത് പൊട്ടൂല? എനിക്ക് നല്ല ഉറപ്പാന്ന്, ഞാൻ ഗ്യാരണ്ടി.
അമ്മൂമ്മ ഇത്രയും ഗ്യാരണ്ടി പറഞ്ഞെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാണുമല്ലോ. ആ ഈ കിഴക്കോട്ടുള്ള മണ്ണിന് നല്ല കരിങ്കല്ലിന്റെ കട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഗ്യാരണ്ടി പറയണേ. ഈ കലം ഒന്ന് മയക്കി എടുത്താണ്ടല്ലോ നല്ല നോൺ സ്റ്റിക്ക് പാത്രം പോലെ ഇരിക്കും. എനിക്ക് കലം മയക്കാൻ അറിയോ? கொஞ்சம்லாம் தெரியும், நீ சொல்லி கொடு. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഒരു 24 മണിക്കൂർ ഈ കലം വെള്ളത്തിൽ മുക്കി വെക്കുക. അത് കഴിഞ്ഞ് കടലമാവ് ഒഴിച്ച് നല്ല സോഫ്റ്റ് സ്ക്രബ്ബർ ഇല്ലേ, അത് വെച്ച് നല്ല തേച്ചൊരച്ച് കഴുകണം. അത് കഴിഞ്ഞ് കഞ്ഞിവെള്ളം ഒഴിച്ച് അതൊരു 2-3 ദിവസം ഇങ്ങനെ തിളപ്പിക്കണം. അത് കഴിഞ്ഞ് എന്താ അമ്മ, കല്ലുപ്പും തേങ്ങയല്ലേ, കല്ലുപ്പും തേങ്ങയും ഇട്ട് നല്ലോണം ഇങ്ങനെ വഴറ്റി എടുക്കുമ്പോഴത്തേക്കും നൈസായിട്ട് ചട്ടിങ്ങനെ മെഴുകിക്കും. ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരുന്നാലേ കറി വെക്കാൻ നേരം കാണത്തില്ല. മര്യാദക്ക് ചെറിയ രീതിയിൽ മയക്കി എടുത്താൽ നന്നായിട്ട് കറിയും വെക്കാം, പൊട്ടത്തുമില്ല, ഞാൻ ഗ്യാരണ്ടി. പൊട്ടി. അമ്മൂമ്മയുടെ ഗ്യാരണ്ടി പോച്ച്. കിഴക്കൂന്ന് വന്നാണെങ്കിലേ ഒന്ന് താഴോട്ട് ഇട്ടപ്പോഴത്തേക്ക് പൊട്ടിപ്പോയി. അമ്മമ്മ കനകാരി പറഞ്ഞ പോലെ എല്ലാത്തിനും നാശമുണ്ട്. ഇവിടെ നശിക്കാത്തതായിട്ട് ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കുഞ്ഞിനൊന്നും ചെയ്യരുത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.